മന്ത്രി വി ശിവൻകുട്ടിയുമായുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ച് വി ഡി സതീശൻ നേമത്ത് മത്സരിക്കാൻ ആവശ്യപ്പെട്ടുള്ള ശിവൻകുട്ടിയുടെ വെല്ലുവിളി സ്വീകരിക്കാൻ തനിക്ക് പ്രാപ്തിയില്ലെന്നും സതീശൻ പരിഹസിച്ചു. അതേസമയം നേമത്തെ BJP ഡീലെന്ന ശിവൻകുട്ടിയുടെ ആരോപണത്തിൽ വി ഡി സതീശൻ മറുപടി പറഞ്ഞില്ല. അതേസമയം നേമത്ത് മത്സരിക്കാനുള്ള വെല്ലുവിളി ഏറ്റെടുക്കാത്തത് BJPയുമായുള്ള ഡീലിന്റെ ഭാഗമെന്ന് ആവർത്തിക്കുകയാണ് വി ശിവൻകുട്ടി. ശിവൻകുട്ടിയുടെ ഈ പ്രതികരണത്തെ ഏത് രീതിയിൽ നമുക്ക് വിലയിരുത്തണം? തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ പുതിയൊരു നറേറ്റീവ് എന്തുകൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടി മുന്നോട്ട് വയ്ക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ട്. അതിന്റെ മറ്റ് വശങ്ങൾ നമുക്ക് പരിശോധിക്കാം. മാർഷൽ വി സെബാസ്റ്റ്യൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മാർഷൽ, ഇപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവന അത് ശിവൻകുട്ടി പ്രതിപക്ഷ നേതാവ് സതീശൻ പോര് ഇന്നലെ തുടങ്ങിയതല്ല. കാരണം ഈ നിയമസഭയിൽ നമുക്കറിയാം ആ ഉരസൽ തുടങ്ങിയത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ്. പക്ഷേ നിയമത്തേക്ക് മത്സരിക്കാൻ ക്ഷണിക്കുമ്പോൾ അതിൽ കരുതിക്കൂട്ടിയുള്ളൊരു നീക്കമുണ്ടോ? അതായത് 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം തുടങ്ങുന്ന ദിവസം, ആ ദിവസം രാവിലെ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമുണ്ടാകുന്നത്. അത് മറ്റൊന്നുമല്ല, ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ ഒരു പ്രക്ഷോഭം ആരംഭിക്കുന്നു പ്രതിപക്ഷം എന്ന നിലയിലേക്ക് അവർ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭ വിട്ട് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ട്. ആ സമയത്ത് മന്ത്രി വി ശിവൻകുട്ടി അവിടെ നിന്നൊരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണം മറ്റൊന്നുമല്ല, വളരെ കൃത്യമായിട്ട്, അതായത് സോണിയാഗാന്ധിക്കും പോറ്റിക്കും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിൽ നിന്നാണ് ശിവൻകുട്ടിക്കെതിരെയുള്ള ഒരു അറ്റാക്കിലേക്ക് പ്രതിപക്ഷം നീങ്ങുന്നത്. അതിൻ്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് തിരിച്ചിറങ്ങി വന്നതിന് ശേഷമാണ് ശിവൻകുട്ടി ഞങ്ങളെ മര്യാദ പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത്. അതിലൊരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന വളരെ നിർഭാഗ്യകരമായി പോയി എന്ന് പറയാം. നമുക്കറിയാം, ആരായിരുന്നാലും ഒരു മന്ത്രിയെ ആ രീതിയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ പാടില്ലാത്തതാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായിട്ട് വി ശിവൻകുട്ടി ഇറങ്ങുന്നത്. അതിൽ ഒരുപക്ഷെ ഇരുപക്ഷത്തും വി ശിവൻകുട്ടി ഉപയോഗിച്ച വാക്കുകളും മറ്റും സ്വാഭാവികമായും വിനായകർ ദാമോദർ സതീശൻ എന്നൊക്കെ വിളിച്ചുണ്ടാകുന്ന ആ ഒരു ആക്ഷേപം അതൊരു പ്രതിപക്ഷ നേതാവിന് എതിരെ ഉന്നയിക്കാൻ പാടില്ലാത്തതാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാനിതിനകത്ത് രാഷ്ട്രീയം ചോദിക്കുന്നത് 2016 നേമത്ത് അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിലാണ് BJP ഒരു ഐതിഹാസിക വിജയമുണ്ടാകുന്നത്. അന്നത്തെ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ നമുക്കറിയാം. അന്ന് UDF വേണ്ടി ശിവൻകുട്ടിയും O രാജഗോപാലും മത്സരിക്കുന്നു. UDF ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് സുരേന്ദ്രൻപിള്ളയായിരുന്നു ആ സമയത്ത്. 2016 അന്ന് മണ്ഡലം നഷ്ടമാകുന്നു. CPM കൈകളിൽ നിന്ന് ആ മണ്ഡലം പോവുകയും ചെയ്യുന്നു. 2021 വരുമ്പോൾ വളരെ കരുത്തരായിട്ടുള്ള K മുരളീധരനാണ് അവിടെ ഫീൽഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ടൈറ്റ് മത്സരം വരുന്നു. ശക്തരായ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ എന്താണ്, വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയും അതിൻ്റെ ശക്തമായ ഗുണഫലം അത് CPM ഇടതുപക്ഷത്തിന് നേടാനുമാകുന്നുണ്ട്. ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ നിയമത്തിലൂടെ വീണ്ടും ശിവൻകുട്ടി കഴിയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീട്ടിയിറങ്ങിൽ എന്നുകൂടി നമുക്ക് ആ നിലയിൽ വിലയിരുത്തേണ്ടി വരുമോ? കാരണം ശക്തനായ ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ വീണ്ടും അതേ രീതിയിലൊരു ടൈറ്റ് മത്സരത്തിലേക്ക് ശിവൻകുട്ടി ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ കൂടിയും അങ്ങനെ മാത്രമല്ല, അങ്ങനെ ഒരു നറേറ്റീവ് കൂടി സൃഷ്ടിക്കുകയാണ്. കാരണം അവിടെ വന്ന് നിങ്ങൾ BJPക്കുമായിട്ടൊരു ഡീല് വരികയാണ്, പറവൂരിൽ അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറൽ എന്ന രീതിയിലേക്കൊരു ആക്ഷേപം ഉന്നയിക്കുന്നെങ്കിൽ എന്തെങ്കിലും ചില കാര്യങ്ങളിൽ കുബുദ്ധി അല്ലെങ്കിൽ കൂർമ്മബുദ്ധി അവിടെ പ്രയോഗിക്കുന്നുണ്ടോ ശിവൻകുട്ടി? അല്ല, അതിനകത്ത് വി ശിവൻകുട്ടി ഉന്നയിച്ചിട്ടുള്ള വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ധൈര്യം ഒരിക്കലും വി ഡി സതീശൻ ഉണ്ടാകില്ല. കാരണം നമ്മുടെ സതീശൻ വന്ന് മത്സരിക്കുന്നതിനപ്പുറത്തേക്ക് കരുത്തനായ സ്ഥാനാർത്ഥി സ്വാഭാവികമാണ്. അത് ഞാൻ അതിലേക്ക് പറഞ്ഞു വരുന്നത്. അതായത് മുമ്പ് ഇപ്പോൾ പഴയ കാട്ടാക്കട ഭാഗത്തോടെ ചേർന്നിട്ടുള്ള ഒരു നിയമമണ്ഡലം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്, അതായത് UDF മണ്ഡലമായിരുന്നു. അവിടെ ശക്തൻ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. പഴയ കരുണാകരൻ്റെ ഇഷ്ടമണ്ഡലമായിരുന്നു നിയമം. അങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ മണ്ഡലം വളരെ പെട്ടെന്നാണ് മാറിയത്. അതായത് 35,000 വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ മണ്ഡലം UDF മണ്ഡലം വെറും 13,000 വോട്ടിലേക്ക് താന്നു. പിന്നെ അത് 19,000 വോട്ടിലേക്ക് വന്നു. അവിടെ നിന്നാണ് വീണ്ടും K മുരളീധരൻ എന്ന് പറയുന്ന കരുത്തനായ സ്ഥാനാർത്ഥി വന്നിട്ട് അത് 33 മാറ്റിയത്. 33,000 വോട്ട് ഇപ്പോൾ നിലവിൽ അവിടെ പിടിച്ച സ്ഥാനാർത്ഥിയാണ് K മുരളീധരൻ. ആ K മുരളീധരനെ കരുത്തനായ ഒരാളെ കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ കോൺഗ്രസ് ആ സീറ്റിൽ മത്സരിച്ചപ്പോൾ അതുപോലെ കരുത്തനായ വി ഡി സതീശൻ അവിടെ മത്സരിക്കാമെന്ന് ചോദിച്ചാൽ വി ശിവൻകുട്ടിയുടെ യാത്ര വളരെ സുഗമമായി പോകുമെന്ന് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അതൊരു കുബുദ്ധി എന്നുള്ളതല്ല. കാരണം കോൺഗ്രസിൻ്റെ വോട്ടുകൾ അതിഭീകരമായ രീതിയിലേക്ക് BJPക്ക് പർച്ചേസ് ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ് നിയമം. ആ പർച്ചേസിങ് തടയാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിൻ്റെ ഒരു നല്ല നേതാവിനെ നിങ്ങൾ ഇടൂ എന്ന് പറയുന്നത്. UDF ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുകയും ഘടകകക്ഷിയിലെ നാമമാത്രമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കുകയും ചെയ്ത
സമയത്തെല്ലാം തന്നെ BJP വ്യക്തമായ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തടയുക എന്നുള്ളതാണ്. മതനിരപേക്ഷ വോട്ടുകൾ വളരെ കൃത്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കരുത്തനായ ഒരു UDF സ്ഥാനാർത്ഥി വരണം. അതിന് പകരം ഒരാളെ പേരിനിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പ് പറയാം അവിടെ BJP ജയിക്കും. ഒരു കാര്യം കൂടി, ഈ വിനായക് ദാമോദർ സതീശൻ എന്ന പേര് പ്രയോഗിച്ചു. പിന്നീട് വീണ്ടും അവിടെ ഡീലിന്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ശിവൻകുട്ടി ഇങ്ങനെ കടന്നാക്രമിക്കുന്നത്? ആ ശിവൻകുട്ടിയുടെ ആ ആപ്തവാക്യം അണികൾ ഏറ്റെടുക്കുന്നുണ്ടോ, ഓൺ ചെയ്യുന്നുണ്ടോ? നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? അതായത് UDFിൽ നിന്ന് ഇപ്പോൾ ആർക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ അമ്പുകൾ വരുന്നത്? ആരാണ് ഇപ്പം മെയിൻ? അത് VD സതീശനല്ലേ മനഃപൂർവ്വം എല്ലാവർക്കും എതിരെ തിരിയുന്നത്? എന്തിനാണത്? അതൊന്നും ആലോചിച്ച് നോക്കിയാൽ കൈപ്പള്ളി. അതായത് VD സതീശൻ UDFിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എൻ്റെ മേൽ മാത്രമായിരിക്കണം ഫോക്കസ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് NSSനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത്, SNDPക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത്, ഇവിടെ ശിവൻകുട്ടിക്കെതിരെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോഴെല്ലാം CPMന്റെ സൈബർ സഖാക്കളും സമുദായ നേതാക്കളും എല്ലാം ആർക്കെതിരെ തിരിയുന്നു? സതീശനെതിരെ തിരിയുന്നു. ആരപ്രസക്തമാവുന്നു? രമേശ് ചെന്നിത്തല ഉൾപ്പെടെ സതീശനുണ്ടാവും. കാരണം നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ പോലും കോൺഗ്രസിനകത്ത് ഒരു നേതാവേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സതീശന് സാധിച്ചില്ലേ? അതാണ് സതീശന്റെ ബുദ്ധി. അതായത് എന്നെ ആക്രമിച്ചോട്ടെ, സമുദായ നേതാക്കൾ ആക്രമിക്കുന്ന ആരെയാണ്? VD സതീശനെ. മുഖ്യമന്ത്രി ആക്രമിക്കുന്ന ആരെയാണ്? VD സതീശനെ. അതായത് അതൊരു നെഗറ്റീവ് ഫാക്ടർ ആണെങ്കിലും ഒരു കോർണർ, അത്യധികം കോർണർ ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ഒരു പോസിറ്റീവ് ഫാക്ടേഴ്സ് മറുവശത്ത് ഉണ്ടാകുമെന്ന ഒരു പക്ഷേ ഒരു ചിന്ത സതീശനുണ്ടോ? അങ്ങനെയുള്ള പ്ലേ ആണോ സതീശൻ നടത്തുന്നത്? അതായത് അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് സതീശൻ സൃഷ്ടിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഭിന്ന മുഖങ്ങളുണ്ട്. കോൺഗ്രസ് ഒരു നേതാവിൽ ഫോക്കസ് ചെയ്തല്ല പോകുന്നത്. കോൺഗ്രസിനെ എടുത്താൽ അവിടെ KC വേണുഗോപാൽ സജീവമായി ഇടപെടുകയാണ്, രമേശ് ചെന്നിത്തല ഇടപെടുകയാണ്. അതോടൊപ്പം തന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് നിലയിൽ ഇടപെടുകയാണ്. KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫിന് ഒരു ഭാഗം പ്രവർത്തകരുണ്ട്. ഇങ്ങനെ നിൽക്കുന്നു. കൂടാതെ തന്നെ നമ്മൾ പറയുന്ന പോലെ അച്ചാർ വെച്ചേക്കുന്ന പോലെ നമ്മുടെ ശശി തരൂരുമുണ്ട്. ഇതിനിടയിൽ കോൺഗ്രസിന്റെ ഏറ്റവും കേന്ദ്ര ബിന്ദു ന്യൂക്ലിയസ് ഞാനായി മാറണം, എനിക്കെതിരെ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ മുഖം ഞാനാകണമെന്ന് സതീശൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ വലിയ ഫ്ലെക്സുകൾ കണ്ടിട്ടുണ്ടോ? പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്തെങ്കിലും ഒരു കേസിനകത്ത് പ്രതിയാകുമ്പോൾ, പുനർജനി എന്ന് പറയുന്ന കേസിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം വരുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറയാണ് പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് സാധനം വെക്കുന്നു. തൊട്ടു പിന്നാലെ NSSും SNDPയുമായിട്ട് ഉടക്കുണ്ടാകുന്നു, തിണ്ണതിരങ്ങാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ അദ്ദേഹം നിൽക്കുന്നു. ഇപ്പോൾ ശിവൻകുട്ടി ഇങ്ങനെ തിരിച്ചു പറയുന്നു. അദ്ദേഹത്തെ വിളിക്കാവുന്നതിന്റെ മാക്സിമം വിളിച്ചു പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളതെന്ന് നിയമസഭയിൽ കള്ളം പറയുന്നു. നിയമസഭയിൽ കള്ളം പറയുമ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? നേരത്തെ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതുകൂടെ കൂട്ടിക്കാണിച്ചതിന് ശേഷം നിങ്ങൾ അവനെന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇന്ന് പരിഹാസം എടുക്കുന്നു. അതിന് മറുപടിയായിട്ട് ശരിക്കും പറഞ്ഞാൽ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള CPM നേതാക്കളും സതീശന്റെ ആ കുബുദ്ധിയുണ്ടല്ലോ അതിനകത്തോട്ട് വീണു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫലത്തിൽ ആരാണ് കോൺഗ്രസിന്റെ നേതാവായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? രമേശ് ചെന്നിത്തലയുമായിട്ട് സർക്കാരിന് ഏറ്റുമുട്ടലുണ്ടോ? KC വേണുഗോപാലുമായിട്ട് ഏറ്റുമുട്ടലുണ്ടോ? എന്തിന് KPCC പ്രസിഡന്റ് ഏതെങ്കിലും കാര്യത്തിൽ ഏറ്റുമുട്ടുന്നുണ്ടോ? ഇല്ല. എല്ലാ മുഖങ്ങളും എങ്ങോട്ടാണ് പോകുന്നത്? VD സതീശനിലേക്ക്. അതെന്തുകൊണ്ടാണ്? അത് VD സതീശൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, പ്ലാൻ പോലെ. തീർച്ചയായും. അപ്പോൾ നമ്മൾ ഇത് കേവലമായിട്ടൊരു രാഷ്ട്രീയ ആരോപണങ്ങൾ അപ്പുറത്തേക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ അത് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. പിന്നെ ഇത് പൊളിറ്റിക്കലി നീങ്ങുന്നുണ്ട്. എന്തായാലും ശിവൻകുട്ടി വെടിനിർത്തലിന് തയ്യാറാകുന്നില്ല. വീണ്ടും ഈ BJP ഡീൽ നേമത്തുണ്ട്. അതുകൊണ്ടാണ് അവിടേക്ക് മത്സരിക്കാൻ തയ്യാറാകാത്തത് സതീശൻ എന്ന് പറയുമ്പോൾ സതീശൻ എല്ലാത്തിനെയും പരിഹാസം ശിവൻകുട്ടിക്ക് മേൽ ചൊരിഞ്ഞുകൊണ്ട് പിൻവാങ്ങുകയും ചെയ്തിരിക്കുകയാണ്.